നമ്മൾ ഏർലി ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആര്യൻ ഇൻവേഷൻ തിയറി നമ്മുടെ ഹിസ്റ്റോറിയൻസ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആര്യൻസ് എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് വന്നത്, ഏത് മാർഗത്തിലാണ് വന്നത്, ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് അവരെന്ത് ചെയ്തു, എങ്ങനെയാണ് നമ്മുടെ ഇൻഡസ് വാലിയിലെ ജനങ്ങളായിട്ട് ഇടപെട്ടത് എന്നതിനെക്കുറിച്ച് ഡിഫറൻറ്റ് തിയറികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ട് തിയറികൾ എന്നുണ്ടെങ്കിൽ ആര്യൻ മൈഗ്രേഷൻ തിയറിയാണ്. ജസ്റ്റ് മൈഗ്രേഷൻ, മറ്റാളുകൾ വരുന്നല്ല മൈഗ്രേറ്റ് ചെയ്തു, അവരും എന്താണ് മൈഗ്രേറ്റ് ചെയ്തു. മറ്റേത് ആര്യൻ ഇൻവേഷൻ തിയറിയാണ്. അവർ ആക്രമണകാരികളായിട്ട് ഇന്ത്യയുടെ ഇൻഡസ് വാലി ജനങ്ങളെ ആക്രമിക്കുകയും പിന്നീട് അത് കീഴ്പ്പെടുത്തുകയും ചെയ്തു എന്നുള്ള മറ്റു തിയറി. പക്ഷെ അത് കൂടാതെ തന്നെ ഈയിടെയായിട്ട് ഒരു തിയറി എന്നുണ്ടെങ്കിൽ അത് അത്ര വ്യക്തമായ ഒരു തിയറിയല്ല, ശരിയായ ഒരു എക്സ്പ്ലനേഷൻ കിട്ടുന്നില്ല. ശരിയായ എക്സ്പ്ലനേഷൻ മറ്റു രീതിയിൽ ആണെന്നുള്ള രീതിയിൽ ഒരു ആൾട്ടർനേറ്റീവ് തിയറി ഓഫ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ തിയറികൾ ഏതാണെങ്കിലും ആര്യന്മാർ ഇന്ത്യയിൽ വന്നു എന്നുള്ള തിയറിയോടാണ് കൂടുതൽ ഹിസ്റ്റോറിയൻസ് ഫേവർ ചെയ്യുന്നത്. പക്ഷേ ആര്യന്മാർ വന്നുവെങ്കിലും അതിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ട് ഹിസ്റ്റോറിയൻസിന്. ആര്യന്മാർ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പാണെന്ന് വന്നു, ഒരു എത്നിക് ഗ്രൂപ്പല്ല, ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പാണ്. ചില ഹിസ്റ്റോറിയൻസ് പറയുന്നത് എത്നിക് ഗ്രൂപ്പാണ് എന്ന് പറയുന്നു. അപ്പോൾ ആൾട്ടർനേറ്റീവ് തിയറി പറയുന്നത് ഇതൊന്നുമല്ല, ആര്യന്മാർ ഇവിടെ ഉണ്ടായിരുന്നവരാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈയിടെയായിട്ട് റീസെൻ്റ്ലി തമിഴ്നാട്ടിൽ മധുരയ്ക്ക് കീഴടി എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയ ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആർക്കിയോളജിക്കൽ എവിഡൻസ് പുതിയ പുതിയ മാനങ്ങളും പുതിയ പുതിയ എക്സ്പ്ലനേഷനും ഇന്ത്യൻ ഹിസ്റ്ററിക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ നിലവിലിരുന്ന പഴയ തിയറികൾ ഒന്നെങ്കിൽ അത് മോഡിഫൈ ചെയ്യുകയോ അല്ല പുതിയൊരു തിയറി വരികയോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഈ ആര്യൻ ഇൻവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലിരിക്കുന്ന തിയറി പര്യാപ്തമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഏർലി ഇന്ത്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കാരുമായിട്ടുള്ള ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട് ആര്യന്മാർ ഇന്ത്യയിൽ വന്നതിനെക്കുറിച്ചുള്ള നിലവിലുള്ള തിയറി പര്യാപ്തമല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. മറ്റൊരു തിയറികൾ മാത്രമേ നമുക്ക് ഈ ആര്യൻ ഇൻവേഷനെ അല്ലെങ്കിൽ ആര്യന്മാരെങ്ങനെ ഇന്ത്യയിൽ വന്നു എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ടും. കാരണം ആര്യന്മാർ ഇന്ത്യയിൽ മാത്രമല്ല വന്നിട്ടുള്ളൂ, പല പല കാലഘട്ടങ്ങളിലായിട്ട് BC 4000, BC 1500, AD 700 കാലഘട്ടത്തിൽ സ്വരാഷ്ട്രീയന്മാരുടെ വരവ്, ഈ ആര്യന്മാരുടെ ഈ ഗ്രൂപ്പ് തന്നെ പല കാലഘട്ടങ്ങളിലായിട്ട് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഏഷ്യാമേന്ദ്ര കടന്നിട്ട് പോളണ്ടിൽ പോയി കുറേ ഗ്രൂപ്പ് താമസിച്ചിട്ടുണ്ട്, പോളണ്ട് വഴി ജർമ്മനിയിൽ പോയി താമസിച്ചിട്ടുണ്ട്. ഈ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ആര്യന്മാർ തദ്ദേശീയവാസികളായിട്ട് കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഏത് രീതിയിൽ കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുക, ക്വാറൽസിൽ ഏർപ്പെടുക, ഫൈറ്റിങ്ങിൽ ഏർപ്പെടുക, ഡോമിനേഷൻ അല്ലെങ്കിൽ ക്ലാഷ് ആൻഡ് ഫൈറ്റിംഗ്. ആര്യന്മാർ എവിടെയൊക്കെ പോകുന്നോ അവിടെയെല്ലാം ഈ നമ്മളീ പറയുന്ന ക്വാറൽസ്, കോൺഫ്ലിക്റ്റ് ആൻഡ് ഫൈറ്റിംഗ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ നിലവിലിരിക്കുന്ന ആര്യൻ മൈഗ്രേഷൻ സിമ്പിൾ തിയറി അല്ലെങ്കിൽ ആര്യൻ ഇൻവേഷൻ തിയറി പോലുള്ള ഇത് അപര്യാപ്തമാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റൊരു തിയറിയാണ് പ്രബലമായിട്ട് വരാൻ സാധ്യതയെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് കോൺഫ്ലിക്റ്റ് തിയറി എന്നുള്ള തിയറി കുറേ ബെറ്റർ ആകും. കോൺഫ്ലിക്റ്റ് തിയറി ഓർ ക്ലാഷ് തിയറി. ഈ ക്ലാഷ് തിയറി അഥവാ കൺഫ്ലിക്റ്റ് തിയറി എന്നുണ്ടെങ്കിൽ അത് കൾച്ചറൽ ആയിട്ടുള്ള കൺഫ്ലിക്റ്റ് ആകാം, സിവിലൈസേഷൻ്റെ കൺഫ്ലിക്റ്റ് ആകാം, റിലീജിയൻ്റെ കൺഫ്ലിക്റ്റ് ആകാം, വരുന്ന രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള കൺഫ്ലിക്റ്റ് ആകാം. മിക്കവാറും നിലനിൽക്കുന്ന തിയറികളൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള മറ്റു തിയറി, കാരണം ഇങ്ങനെയുള്ള തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ പൂർണ്ണത കിട്ടാൻ സാധ്യത എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക റീസൺ എന്ന് പറഞ്ഞാൽ, ഈ ആര്യന്മാർ എന്ന് പറയുന്ന വിഭാഗക്കാർ
എവിടെയെല്ലാമാണോ ചെന്നിരിക്കുന്നത്, ഏത് ജനങ്ങളാ ഏത് കാലത്ത് എപ്പോഴൊക്കെയാണ് ഇടപെട്ടിരിക്കുന്നത്, അപ്പോഴെല്ലാം ഇവരുടെ ഇടപെടലിൽ ചില പ്രത്യേകമായിട്ടുള്ള ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചില ലക്ഷണങ്ങൾ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ചില സോഷ്യൽ കൾച്ചറലായിട്ട് ചില ലക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ. അതുപോലെ ഈ ആര്യന്മാർക്ക് ചില ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്, അവർ ചെല്ലുന്ന സ്ഥലത്ത് ആ തദ്ദേശീയവാസികളുടെ ജീവിത രീതി ഇവർ അക്സെപ്റ്റ് ചെയ്യാറില്ല. ജീവിത രീതി അക്സെപ്റ്റ് ചെയ്യാറില്ല. തദ്ദേശീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഫാമിംഗ് ലൈഫിൻ്റെ ട്രഡീഷണലായിട്ട് വരുന്ന ഫാമിംഗ് ലൈഫിൻ്റെ രീതി, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ, അല്ലെങ്കിൽ അങ്ങനെ മനുഷ്യബന്ധങ്ങളൊന്നും ഇവരും അക്സെപ്റ്റ് ചെയ്യാറില്ല. ഇവരുടേതായ ചില രീതികളാണ്. ഇവരുടേതായ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പ്രത്യേകമായിട്ടുള്ള ക്ലെയിമുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ്. ക്ലെയിമുകൾ, അവർ സുപ്പീരിയറാണ്, ഫിസിക്കലി സുപ്പീരിയറാണ്, അവരുടെ ബർത്ത് തന്നെ ദേർ സുപ്പീരിയറാണ്, അവർ ലൈഫ് സുപ്പീരിയറാണ്, അവർ ജനങ്ങൾ വളരെ സുപ്പീരിയറാണ്. ഈ സുപ്പീരിയോറിറ്റി അവർ ചില ഡിവൈൻ തിയറി വെച്ച് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിവൈൻ തിയറിക്ക് സുപ്പീരിയറിറ്റി ഉള്ളതുകൊണ്ട് ഇവർ അവിടെ നിലനിൽക്കുന്ന റൂൾസിനെയോ അതാത് കാലത്ത് നിലനിൽക്കുന്ന ആ സൊസൈറ്റിയിൽ നിൽക്കുന്ന റൂൾസിനെയോ കസ്റ്റംസിനെയോ ട്രഡീഷനെയോ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാറില്ല. ഇവരുടെ ജീവിത രീതി കാണുന്നത് എവിടെയാണോ ചെല്ലുന്നത് അവിടുത്തെ റൂൾസുകൾ വയലേറ്റ് ചെയ്യുക, കസ്റ്റമറി പ്രാക്ടീസ് വയലേറ്റ് ചെയ്യുക, കസ്റ്റംസ് വയലേറ്റ് ചെയ്യുക, മനുഷ്യബന്ധങ്ങൾ വയലേറ്റ് ചെയ്യുക, സെക്സ് മൊറാലിറ്റി വയലേറ്റ് ചെയ്യുക, കുടുംബ ബന്ധങ്ങൾ വയലേറ്റ് ചെയ്യുക. അങ്ങനെ നിലനിൽക്കുന്ന സൊസൈറ്റിയുടെ ഇതായിട്ടുള്ള ബന്ധങ്ങളെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഒരു അനാർക്കിക്കൽ സെറ്റപ്പിലാണ് ഇവർ ജീവിച്ചു വരുന്നത്. ഒരു അനാർക്കി, ഒരു മോറൽ അനാർക്കി, ഒരു സോഷ്യൽ അനാർക്കി, ഒരു സദാചാരത്തിൻ്റെ ഒരു അനാർക്കി, ഇതെല്ലാം വയലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അനാർക്കിക്കൽ എന്നാൽ ഇപ്പോഴത്തെ റൂൾസുകളോ ലോസോ മറ്റു കണ്ടീഷനും അംഗീകരിക്കില്ല. മാത്രമല്ല ഇവർക്കൊരു പ്രത്യേക മൊറാലിറ്റി ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. ഏത് സ്ഥലത്തുള്ള ജനങ്ങളിലാണ് അവരുടെ മൊറാലിറ്റി. നമ്മൾ സാധാരണ മോറൽ ഓർഡർ, സൊസൈറ്റി മോറൽ ഓർഡറിനെ കുറിച്ച് പറയാറുണ്ട്. മോറൽ ഓർഡർ, സോഷ്യൽ ഓർഡർ അല്ലെങ്കിൽ കൾച്ചറൽ ഓർഡർ, ഇതൊന്നും ഇവർ അക്സെപ്റ്റ് ചെയ്യാതെ ഒരുതരം അനാർക്കിക്കൽ ഇമ്മോറൽ ലൈഫാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം താമസിക്കാതെ തന്നെ തുടക്കത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ പ്രദേശീയരുമായിട്ട് കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുകയും അങ്ങനെ അവരുമായിട്ട് ഫൈറ്റിങ്ങിൽ വരികയും അങ്ങനെ യുദ്ധങ്ങളിൽ കലാശിക്കുന്ന ഒത്തിരി ചരിത്രത്തിൻ്റെ ഒത്തിരി സന്ദർഭങ്ങൾ ഈ ആര്യന്മാരുടെ ജീവിതമായിട്ട് പല കോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനൊരു പോയിന്റ് കാണാൻ പറ്റും. നമുക്ക് ഇന്ത്യയിൽ തന്നെ കാണാൻ പറ്റും. ഈ വേദിക് പീരീഡ്, ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്ന പീരീഡിൽ ചാതുർണ്യത്തിൻ്റെ ഫോർമുലേഷൻ, ചാതുർണ്യം രൂപീകരിക്കപ്പെടുന്നതും അതൊരു ഡിവൈൻ സാങ്ഷൻ കൊടുക്കുന്നതും പിൽക്കാലങ്ങളിൽ ഇന്ത്യയിൽ മുഴുവൻ പടർന്നു പിടിച്ചിരിക്കുന്ന ചാതുർവർണ്ണയവും അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയും ഇതെല്ലാം ഒരു സോഷ്യൽ അനാർക്കി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു ഓപ്പൺ സൊസൈറ്റിയുടെ ഒരു കണ്ടീഷൻസ്, ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റിയുടെ ഒരു കണ്ടീഷൻസ്, അങ്ങനെയുള്ള ചില കണ്ടീഷൻസിനെ അല്ലെങ്കിൽ ഒരു ഹാർമണിയുടെ കണ്ടീഷൻസ് ഇതെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വേദിക് പീരീഡിൽ കാണുന്ന അല്ലെങ്കിൽ പിന്നീട് കാണുന്ന മൊറാലിറ്റി ഇല്ലായ്മ, സോഷ്യൽ ഓർഡർ ഇല്ലായ്മ, ഇതെല്ലാം പിൽക്കാലത്ത് ഒരു അനാർക്കി, മോറൽ അനാർക്കി, സോഷ്യൽ അനാർക്കി, ഒരു കൾച്ചറൽ അനാർക്കി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഇത് ഇവരുടെ ബേസിക് കൾച്ചറൽ പാറ്റേൺ എന്ന് പറയുന്ന ജസ്റ്റ് അനാർക്കിക്കൽ മാത്രമല്ല, ജസ്റ്റ് മൊറാലിറ്റിയിലായി മാത്രമല്ല, ഇതൊരു അൺസിവിലൈസ്ഡ് ബാർബേറിയസ് ഗ്രൂപ്പിൻ്റെ ലക്ഷണങ്ങളാണ്. അൺസിവിലൈസ്ഡ് ബാർബേറിയസ് ഗ്രൂപ്പിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് നിലനിൽക്കുന്ന സിവിലൈസേഷൻ്റെ ഫെബ്രിക്സിനെ തകർക്കുക, കൾച്ചറിനെ തകർക്കുക, സൊസൈറ്റിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഓർഡറിനെ, ഇഗാലിറ്റേറിയൻ സൊസൈറ്റി, ഓപ്പൺ സൊസൈറ്റിയുടെ ലക്ഷണങ്ങളെ അല്ലെങ്കിൽ ഹാർമണിയെ തകർക്കുന്ന ഒരു രീതിയിലുള്ള കടന്നുകയറ്റമാണ് ഇവരുടെ ഈ ലൈഫിനകത്ത് കാണുന്നത്. അത് വ്യക്തിപരമായിട്ടും ഗ്രൂപ്പായിട്ടും നമ്മൾ കാണുന്നു. ഇതിവിടെ മാത്രമല്ല, ഇവർ പോയിട്ടുള്ള എല്ലാ കോണ്ടക്സ്റ്റിലും
അതാത് സൊസൈറ്റിയിൽ അവർ കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ജനങ്ങളായിട്ട് ഫൈറ്റിങ്ങിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവരുടെ ബേസിക് ആയിട്ടുള്ള ലൈഫിൻ്റെ പ്രിൻസിപ്പിൾസ് ഒരുതരം ഈ പറയും പോലെ അൺസിവിലൈസ്ഡ്, ബാർബേറിക്, അനാർക്കിക്കൽ, ഇമ്മോറൽ ആയിട്ടുള്ള ഒരു ഡിവൈൻ സാക്ഷനോട് കൂടിയുള്ള വേ ഓഫ് ലൈഫാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധാരണ ഒരു തിയറിയിൽ സാധാരണ ഒരു ഹിസ്റ്റോറിക്കൽ തിയറി പോരാ എന്നുള്ളതാണ്. ആ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് മറ്റു ചില തിയറികളെ നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. ഉദാഹരണമായിട്ട് നമ്മുടെ റീസെൻ്റ്ലി റോസ്റ്റിയൻ സൈക്കോളജിസ്റ്റ് ആയിരിക്കുന്ന സൈക്കോ അനൽ തിയറിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായ ഓസ്ട്രിയൻ സൈക്കോ അനലിസ്റ്റ് തിയറിസ്റ്റ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറികൾ പോലുള്ള ചില തിയറികൾ ഫ്രോയിഡിന്റെ കാണുമ്പോൾ പ്രശ്നമുണ്ടോ? പറഞ്ഞു. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആയിരിക്കുന്ന സൈക്കോ അനലിസ്റ്റ് തിയറി ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ചില തിയറികളിലൂടെ മാത്രമേ അദ്ദേഹത്തിന്റെ ചില തിയറികൾ പിടിച്ചുകൊണ്ട് അതിന്റെ ചില ഹെൽപ്പ് ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരു രീതിയിലുള്ള എക്സ്പ്ലനേഷൻ പോസിബിൾ അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയായിരുന്ന സിവിലൈസേഷൻ ആൻഡ് ഡിസ്കണ്ടന്റ് എന്നുള്ള കൃതിയിൽ എങ്ങനെയാണ് ഈ ഫ്രോയിഡ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് രണ്ട് രീതിയിലുള്ള സിവിലൈസേഷൻ അല്ലെങ്കിൽ രണ്ട് കൾച്ചറിൻ്റെ രണ്ട് ക്ലാഷ് നടക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ മനുഷ്യനിൽ ബേസിക്കായിട്ട് രണ്ട് ഇൻസ്റ്റിങ്ക്റ്റ് എന്നുള്ളതാണ്. രണ്ട് പവറുണ്ട്, രണ്ട് ഫോഴ്സാണ് മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നത്. ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ്, മറ്റൊന്ന് റീസൺ, പവർ ഓഫ് റീസൺ. ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സെക്സ് ഇൻസ്റ്റിങ്ക്റ്റ്, മറ്റൊന്ന് ക്രൈം ഇൻസ്റ്റിങ്ക്റ്റ്. മനുഷ്യന്റെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് ഈ ക്രൈം ആൻഡ് സെക്സ് ഇൻസ്റ്റിങ്ക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഈ ക്രൈം ആൻഡ് സെക്സ് ഇൻസ്റ്റിങ്ക്റ്റിനെ വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, വേണ്ട രീതിയിൽ ലിമിറ്റ് ചെയ്തില്ലെങ്കിൽ, വേണ്ട ലിമിറ്റ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ നിർത്തിയില്ലെങ്കിൽ ഇത് സിവിലൈസേഷൻ നശിപ്പിച്ച് കളയുന്ന രണ്ട് ഫോഴ്സുകളാണെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സിവിലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഡിസ്കണ്ടന്റ് എന്ന് പറയുന്ന ബുക്കിൽ. മറ്റൊരു ഒരു 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 മനുഷ്യർ കാണുന്ന ഒരു ഫോഴ്സ് എന്നുണ്ടെങ്കിൽ അവൻ്റെ റീസണിങ് പവറാണ്, റാഷണൽ പവറാണ്. ഈ റീസൺ പവറാണ് പ്രധാനമായിട്ടും നമ്മുടെ പബ്ലിക് കൾച്ചറിനെ ഡെവലപ്പ് ചെയ്യുന്നതും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും പബ്ലിക് ഓർഡറിനെ ക്രിയേറ്റ് ചെയ്യുന്നതും മനുഷ്യൻ്റെ ബിഹേവിയറിനെയും അവൻ്റെ പെരുമാറ്റത്തെയും ആക്ഷനെയും ഒക്കെ പബ്ലിക് സ്പേസിൽ നിയന്ത്രിച്ച് നിർത്തുന്നതുമായ ഒരു ഫോഴ്സ് അവൻ്റെ റാഷണൽ പവറാണ്. ഈ റാഷണൽ പവറിൻ്റെ ഒരു നല്ലൊരു എക്സ്പ്രഷനാണ് മോഡേൺ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. മോഡേൺ സിവിലൈസേഷൻ മനുഷ്യൻ്റെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റിനെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ രണ്ട് ഫോഴ്സ്, ഒന്ന് ഇൻസ്റ്റിങ്ക്റ്റ്, മറ്റൊന്ന് റീസൺ, ഇത് രണ്ടും മനുഷ്യനുള്ളതാണ്. അദ്ദേഹം ഇങ്ങനെ പറയുമ്പോഴും അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പവർ ഓഫ് റീസണാണ്. കാരണം നമ്മുടെ മോഡേൺ സിവിലൈസേഷൻ എന്ന് പറയുന്നത് സയൻസിൻ്റെയും ടെക്നോളജിയുടെയും റാഷണാലിറ്റിയുടെയും പ്രോഡക്റ്റുകളാണ്. അപ്പം ഇത്തരത്തിൻ്റെ തിയറി നമ്മൾ കാണുകയാണെങ്കിൽ, ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇങ്ങനെ ചില തിയറികൾ വെച്ച് മാത്രമേ നമുക്ക് ഈ പറയുന്ന ഈ ആര്യൻ തിയറിയെ അല്ലെങ്കിൽ ആര്യൻ ഗ്രൂപ്പിൻ്റെ അവരുടെ കൾച്ചറലായിട്ടുള്ള പാറ്റേണെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ ആര്യന്മാർ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ അവർ ഈ പറയുന്ന അനാർക്കിക്കൽ അല്ലെങ്കിൽ മോറൽ ഒരു അൺസിവിലൈസ്ഡ് പ്രാക്ടീസ് നടത്താൻ കാരണം ഈ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആയിരിക്കുന്ന മനുഷ്യൻ്റെ അവൻ്റെ ക്രൈം ഇൻസ്റ്റിങ്ക്റ്റും സെക്സ് ഇൻസ്റ്റിങ്ക്റ്റും വേണ്ടതിൽ കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടാണ്. അങ്ങനെ കൺട്രോൾ ചെയ്യാതെ ഈ ഇൻസ്റ്റിങ്ക്റ്റിനെ പ്രത്യേകമായിട്ട് ഡിവൈൻ സാക്ഷൻ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെവിടെയൊക്കെയാണ് പോകുന്നത്, എവിടെയെല്ലാം ജീവിക്കുന്നത്, അതിനെ കൺട്രോൾ ഇല്ലാതെ, നിയന്ത്രണം ഇല്ലാതെ, ഓർഡർ ഇല്ലാതെ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രഷർ തിയറിയാണ് ഈ ആര്യൻ തിയറി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പിൽക്കാലങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും ടോട്ടലി സൊസൈറ്റിയുടെ ഓർഡർ നശിപ്പിച്ചുകൊണ്ട് മനുസ്മൃതി പോലുള്ള തിയറികൾ വരുന്നതും, അല്ലെങ്കിൽ ഇമ്മോറലായിട്ടുള്ള തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കാമസൂത്രം പോലുള്ള തിയറികൾക്ക് വരാൻ കാരണം അതാണ്. ഇതൊന്നും ഒറിജിനൽ ഇന്ത്യൻ അല്ല. ഇതൊക്കെ ഇവർ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ലേറ്റർ പീരീഡിൽ അല്ലെങ്കിൽ വേദിക് പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് എന്നേക്കും ഇന്ത്യയിൽ ഇപ്പോഴും ഒരു അനാർക്കിക്കൽ സെറ്റപ്പായിട്ട് നല്ല ഒരു അനാർക്കിക്കൽ വേ ഓഫ് ലൈഫിനെ സപ്പോർട്ട് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ ഇതുവരെയുള്ള മൊത്തത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെന്നെത്താൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ആര്യന്മാർ എന്ന് പറയുന്നത് അവരുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുക, അവിടെ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുക, അങ്ങനെ മൂവ് ചെയ്ത് ഓരോ പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു നോമാഡിക് അൺസെറ്റിൽഡ് ലൈഫാണ് ഇവരുടെ ലൈഫ് നമുക്ക് കാണാവുന്നതാണ്. ഇന്ത്യൻ ചരിത്രം മാത്രമല്ല, ലോക ചരിത്രത്തിനകത്ത് തന്നെ അങ്ങനെയാണ് ആര്യന്മാർ മൂവ് ചെയ്യുന്നത്. ഈ മൂവ് ചെയ്യാൻ കാരണം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അനാർക്കിക്കൽ അല്ലെങ്കിൽ എന്താണ് ഇമ്മോറൽ അൺസിവിലൈസ്ഡ് പ്രാക്ടീസാണ് അതിന് കാരണം എന്ന് പറയുന്നത്. തദ്ദേശീയവാസികളുമായിട്ടുള്ള എന്താണ് സ്വരച്ചേർച്ചകൾ, കോൺഫ്ലിക്റ്റുകൾ, ഫൈറ്റിങ്, അവസാനം എന്താണ് യുദ്ധം പോലെയുള്ള ഇടപെടൽ പോലും വരാൻ കാരണം ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റീവ് വേ ഓഫ് ലൈഫാണ്. അപ്പോൾ നമുക്കിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിലവിലിരിക്കുന്ന ഒരു തിയറി പോരാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഏത് വഴിയാണ് വരാനുള്ള കാരണം എന്താണ് എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധാരണ ഒരു തിയറി വരാം. അതിന് കാര്യകാരണ സഹിതം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് തിയറി അഥവാ ക്ലാസ് തിയറി പോലെയുള്ള തിയറി വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മാത്രമല്ല നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ കാണാൻ പറ്റും അനേകം സിവിലൈസേഷൻ ക്ലാഷുകൾ, കൾച്ചറൽ ക്ലാഷുകൾ, റിലീജിയസ് ക്ലാഷുകൾ. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതുപോലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കോൺഫ്ലിക്റ്റ് തിയറി അഥവാ ക്ലാസ് തിയറി എന്നുള്ള തിയറി നമുക്ക് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.